ഹായ് സുഹൃത്തുക്കളെ, യാത്രാ ബ്ലോഗിൻ്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് എന്ന സ്ഥലത്തേക്കാണ്. എൻ്റെ പേരക്കുട്ടിയുടെ പിറന്നാളോടനുബന്ധിച്ച് ഉള്ള പരിപാടിക്കാണ് ഞാൻ പോകാൻ പുറപ്പെടുന്നത്. ഇപ്പം എൻ്റെ വീട്ടിൽ നിന്നും ഞങ്ങൾ യാത്ര തുടങ്ങി. ഇപ്പം ഇത് എൻ്റെ അങ്ങാടിയാണ്. ഇതിൻ്റെ പേര് വട്ടോളി ബസാർ എന്നാണ്. നല്ല മഴയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയായി. അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങുക. ഇവിടുന്ന് ഏകദേശം ഒരു 170 കിലോമീറ്റർ ഉണ്ട്. ഇത് വട്ടോളി തന്നെയുള്ള 5 ഓഡിറ്റോറിയം കല്യാണ മണ്ഡപം ഇല്ലത്തിൽ കാണുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും മുൻപോട്ട് പോയി. അങ്ങനെ ബാലുശ്ശേരി ടൗണിലെത്തി. എൻ്റെ വീടും ബാലുശ്ശേരി ടൗണും 3 കിലോമീറ്റർ വ്യത്യാസത്തിലുള്ളത്. ഇത് വലിയ ടൗണാണ്. നല്ല ബ്ലോക്കാണ് ഇപ്പോൾ ഉള്ളത്. എന്തോ ഒരു പ്രകടനം വരുന്നുണ്ട്, അതാ ബ്ലോക്കാണ്. ഇവിടെ റൈറ്റ് സൈഡിലാണ് ബസ് സ്റ്റാൻഡ്. ബാലുശ്ശേരി ബസ് സ്റ്റാൻഡ് ഈ റൈറ്റ് സൈഡ് കാണുന്നത്. ഈ പൊതുവെ ഈ സമയത്ത് കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടാകാറുണ്ട്. ഇത് നല്ല ബ്ലോക്കാണ്. അങ്ങനെ യാത്ര വീണ്ടും തുടങ്ങി. അപ്പോൾ എത്രയോ സ്ലോയിലാണ് പോകാൻ പറ്റുന്നത്. ഇത് സ്റ്റേറ്റ് ഹൈവേയാണ്. താമരശ്ശേരി കൊയിലാണ്ടി റോഡാണിത്. ഇവിടെ ഇപ്പം മലപ്പുറം ഭാഗങ്ങളിലേക്ക് എടവണ്ണ, ഈ റോഡ് കൊയിലാണ്ടി എടവണ്ണ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ റോഡ്. ഇതിപ്പോൾ പണി കഴിഞ്ഞിട്ട് ഇപ്പം ഏകദേശം 2 വർഷമായി. ഈ റൈറ്റ് സൈഡിലാണ് ബാലുശ്ശേരി ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് കോഴിക്കോട്, താമരശ്ശേരി, കൊയിലാണ്ടി എന്നീ ഭാഗങ്ങളിലേക്ക്, കുറ്റ്യാടി എന്നീ ഭാഗങ്ങളിൽ ബസ് സർവീസ് ഉള്ള സ്ഥലമാണ്. ഇതൊരു പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് എത്ര ടൈം ബ്ലോക്കായത്. അങ്ങനെ ഞങ്ങൾ ബാലുശ്ശേരി കഴിഞ്ഞ് പിന്നെ നേരെ എത്തിയത് NH66. കന്യാകുമാരി മുംബൈ റോഡിലാണ് കയറിയത്. ഇപ്പം ബ്ലോക്കൊന്നുമില്ല. ഇപ്പം ഏകദേശം സമയം ഒരു 9 മണിയായി. അങ്ങനെ ഡീസൽ അടിക്കാൻ വേണ്ടി മാഹിയിലെ സർവീസ് റോഡ് കൂടെ യാത്ര ചെയ്യുക. അപ്പോൾ ഇവിടെ 4 പെട്രോൾ ബങ്കുകളാണ് അപ്പോൾ പുതിയതായിട്ട് വന്നത്. ഈ സ്ഥലം മാഹിയാണ്. ഇത് ഓപ്പൺ ആയില്ല. ഞങ്ങൾ ഡീസലെല്ലാം അടിച്ച്. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിലും ഉണ്ട്. മാഹി റേറ്റിൽ തന്നെ, മാഹി കേന്ദ്രഭരണ പ്രദേശത്തിന് തന്നെയുള്ള പമ്പാണ്. ഇപ്പം കുറച്ച് മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം വീണ്ടും സർവീസ് റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് കയറുക. അവിടെ ട്രാഫിക് ഉണ്ട്. അങ്ങനെ ഹൈവേയിൽ കയറി വീണ്ടും യാത്ര തുടങ്ങി. ഹൈവേയിൽ NH66 വാഹനങ്ങൾ കുറവാണ്. സർവീസ് റോഡിലാണ് വാഹനങ്ങൾ കൂടുതലുള്ളത്. അങ്ങനെ ടോൾ ബൂത്തിലെത്തി ടോളൊക്കെ കൊടുത്ത്, ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ടോൾ പിരിപ്പിക്കുന്നത്. ഫാസ്ടാഗാണ്. ഈ ഫാസ്ടാഗ് ഇല്ലാത്തതിൻ്റെ പേരിലാണ്
നമ്മൾ ടോൾ ബൂത്തിൽ ചില വാഹനങ്ങൾക്ക് ഉണ്ടാവില്ല, തോന സമയം നിർത്തിയിട്ടുണ്ട് വരുന്നത്. കുഞ്ഞിപ്പള്ളിയിൽ നിന്ന് കണ്ണൂരെത്താൻ മാക്സിമം ഒരു മണിക്കൂർ മതി. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ബാർക്ക എന്ന് പറഞ്ഞ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ അകത്ത് കയറി നല്ല നീറ്റായ ഹോട്ടലാണ്. ഇപ്പോഴും 10 മണിക്ക് നല്ല തിരക്ക് തന്നെ അവിടെ ഉള്ളത്. ഞാനും മകനും ഓർഡർ ചെയ്ത കിഴിപ്പൊറാട്ട, ഭാര്യ വെജാണ്. അവൾ ഓർഡർ ചെയ്തത് പൊറോട്ടയും മഷ്റൂം ആണ് അവൾ ഓർഡർ ചെയ്തത്. അപ്പോൾ കിഴിപ്പൊറാട്ട ഒന്ന് കഴിച്ചു നോക്കാമേ. നല്ല മണം. രണ്ട് പൊറോട്ട, ചിക്കൻ കറി, അത് തന്നെ. ഇത് കഴിച്ച് ഒരു ലൈം ജ്യൂസും കൂടി വാങ്ങി. ഇതാ വൈഫ് വാങ്ങിയത്, അവൾ വെജാ. അപ്പോൾ ഈ ഹോട്ടൽ രാത്രി ഒരു 11 മണി വരെ ഉണ്ടാവരുണ്ടെന്നാണ് മാനേജർ പറഞ്ഞത്. അത് കഴിച്ച് അതിൻ്റെ ടുഡേ സ്പെഷ്യലാണ് കാണുന്നത്. മീനുണ്ട്, 4 ടൈപ്പ് മീൻ, ഫിഷ് ഉണ്ട്, ഫ്രൈ ഉണ്ട്, കറികളുണ്ട്, പല ടൈപ്പും ഉണ്ട്. ഇത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. നല്ല മഴ തന്നെയാണ്. ഇതിപ്പം ഈ കാണുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനാണ്. ഇത് KR ബേക്കറി. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഇത് കണ്ണൂർ ഒരു മെയിൻ ജംഗ്ഷനാണ്. കണ്ണൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോവാം, കാസർഗോഡ് റോഡ്, കോഴിക്കോട് റോഡ് എല്ലാം കൂടിയുള്ളൊരു ജംഗ്ഷനാണ്. ഗാന്ധി സ്ക്വയർ ഉണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും മുൻപോട്ട് പോയി. രാത്രി 12 മണിക്ക് കാഞ്ഞങ്ങാട് എത്തി. രാവിലെ തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രത്തിലേക്ക് പോയി. ഐറുവിനെ കൂട്ടി അവിടെ പോയി പുഷ്പാഞ്ജലി ഒക്കെ ചെയ്ത് ഞങ്ങൾ ഒരു 20 മിനിറ്റ് ക്ഷേത്രത്തിൽ ചിലവാക്കി. ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ബലിതർപ്പണം നടത്തുന്ന ക്ഷേത്രം അവിടെ. കർണാടകനൊക്കെ ഇഷ്ടംമാതിരി ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ ഈ ക്ഷേത്രത്തിൽ. ഇവിടെ അന്നദാനമുണ്ട്, കാലത്തുകൊണ്ട് ഉച്ചയ്ക്കുമുണ്ട്. ഒരു അരമണിക്കൂർ ഇവിടെ ചിലവാക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് പോവുക. ഇപ്പം സമയം ഏകദേശം 6 മണിയായി. അപ്പം പാടവും റെയിലൊക്കെ ഉള്ള സ്ഥലത്താണ് ഐറുവിൻ്റെ വീട്. ഈ ട്രെയിന് മംഗലാപുരം ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ റൈറ്റ് സൈഡിലേക്ക് പോകുന്നത് മംഗലാപുരം. ഇത് കണ്ണൂർ ഭാഗത്തായിരിക്കും.
ഇപ്പം മഴയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഇനി ഐറൂൻ്റെ വീട്ടിലേക്കുള്ള യാത്രയാണ്. ഐറൂൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് മുൻപ് കൂടെ തന്നെ ചെറിയ റോഡ് പോകുന്നു. ഫുൾ വെള്ളമില്ലാത്ത കാലത്ത് ഇതിൻ്റെ അകത്ത് ചീരകൃഷികൾ, എല്ലാതരം ടൈപ്പ് കൃഷികളും ഉണ്ട്. ഈ പാടത്ത് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് ഐറൂൻ്റെ വീട്ടിലേക്ക് പോവുക. ഇനി നമുക്ക് വീട്ടിലെ പരിപാടികൾ കാണാം. ഇപ്പോൾ സമയം ഏകദേശം 6:20. പന്തൽ പണികളൊക്കെ കഴിഞ്ഞ് ബലൂണ് കാര്യങ്ങളൊക്കെ കെട്ടി പന്തലൊക്കെ റെഡിയായി കഴിഞ്ഞ് ഇനി ഇലക്ട്രീഷ്യൻ വർക്ക് ഉണ്ട്. അതൊക്കെ സുഹൃത്തുക്കൾ തന്നെയാണ് ചെയ്യുന്നത്. ഐറുമോളെ ഫോട്ടോ കണ്ടില്ലേ? അടിപൊളി ഫോട്ടോ. അവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ എത്തി വരുന്നേ ഉള്ളൂ. അവരുടെ അച്ഛൻ കോലാക്കൂടെ അങ്ങനെ നടക്കുന്നു. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഭക്ഷണത്തിന് ക്രമീകരിച്ച സ്ഥലമായിട്ട്. അത് ഇതിൻ്റെ ബാക്കിലും ഉണ്ട്. ഇവിടെ അടുത്തുള്ള വീട്ടുകാരും സുഹൃത്തുക്കളെല്ലാം കൂടിയാണ് ക്ഷണിച്ച്, കുറച്ച് കുടുംബക്കാർ. സുഹൃത്തുക്കളൊക്കെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഫങ്ഷൻ തുടങ്ങാൻ സമയമായി. 7 മണിയാ സമയം പറഞ്ഞു. അങ്ങനെ ഐറു വരുന്നത്, ഐറുവിന് ഒരു ഗിഫ്റ്റ് കൊടുത്ത് ജീപ്പാണ് കൊടുത്ത്. ആ ജീപ്പിൻ്റെ അകത്താണ് ഐറു കേക്ക് കട്ട് ചെയ്യാൻ വരുന്നത്. കണ്ട, അച്ഛനും അമ്മയും ബാക്കിയോ. കേക്ക് കട്ട് ചെയ്യാൻ ജീപ്പിലാണ് ഐറു വരുന്നത്. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും വന്ന് കേക്ക് കഴിച്ച് മഴ കാരണം നേരത്തെ തന്നെ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. അവിടെ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബിരിയാണി ഇതൊക്കെയാണല്ലോ. ചിക്കൻ ബിരിയാണി, പിന്നെ വെജിറ്റേറിയൻ ഉണ്ട്, പിന്നെ ഫിഷ് കറി മീൽസ്. അത് കഴിഞ്ഞ് കുട്ടികളെ ഡാൻസാണ്. പിന്നെ ഒരു 1/2 മണിക്കൂർ. ഐറൂൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ ആ വേദി കുട്ടികൾക്ക് വിട്ടുകൊടുക്കുക. ഇപ്പോൾ ഏകദേശം സമയം രാത്രി ഒരു 9-10 മണിയായി. ഭക്ഷണം കഴിച്ചവർ ഇങ്ങനെ പുറത്തേക്ക് പോവുകയും ചെയ്തു. അതിപ്പോൾ ഐറൂൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സുകളാണ് വന്നത്. അവരൊരു ഗിഫ്റ്റ് സൈക്കിളൊക്കെ ആയിട്ടാണ് വന്നത്. ഐറൂവിനെ അതിൻ്റെ അകത്ത് ഇരുത്തി ഫോട്ടോ ഒക്കെ എടുത്ത് ഐറു ഫുൾ സന്തോഷത്തിലാണ് കേട്ടോ. അങ്ങനെ ഐറൂവിൻ്റെ ഫങ്ഷനൊക്കെ കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.